Hi dear students, welcome back to another video lecturing. നമുക്ക് ഈ സെഷനിൽ പഠിക്കാം the largest animal phylum, the phylum Arthropoda. Phylum Arthropoda. നോക്കാം ആ വേർഡ് മീനിങ് എന്താണെന്ന്. Arthro means jointed, joint എന്നാണ് മീനിങ്. Next, podos. The word podos means foot. Jointed footed animals. അത് ആർത്രോപോഡ എന്ന വേർഡ് മീനിങ്. Jointed footed animals. ഉറുമ്പിന്റെയും ഇൻസെക്റ്റുകളുടെ ഒക്കെ കാലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതിങ്ങനെ ജോയിന്റഡ് ആയിട്ടല്ലേ കാണാം. അതായത് jointed footed. ക്രാബിലും ഒക്കെ അങ്ങനെ തന്നെ. പ്രോൺ. So jointed footer or jointed appendages ഉള്ള animals ആണ് arthropods. Arthropoda. നോക്കാം അവരുടെ ജനറൽ ക്യാരക്ടർ. This is the largest animal phylum. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അനിമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർത്രോപോഡ് ആണ്. ബിക്കോസ് ഈ ആർത്രോപോഡിൽ വരുന്ന അനിമൽസ് ആണ് ഇൻസെക്ട്സ്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ള അനിമൽ ആണ് ഇൻസെക്ട്സ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതലായി അനിമൽസ് കാണുന്നത് ആർത്രോപോഡിൽ തന്നെ ഇൻസെക്റ്റുകളിലാണ്. നമ്മൾ തിരിച്ചറിയപ്പെടാത്ത തരത്തിലുള്ള ഒരുപാട് ഇൻസെക്റ്റുകളുണ്ട്. അതുകൂടെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും, ഇതിലുള്ള അനിമൽസിന്റെ നമ്പർ. സോ ദിസ് ഈസ് ദ ലാർജസ്റ്റ് അനിമൽ ഫൈലം ആർത്രോപോഡ. Over 2/3 of all named species on the earth are arthropods. നമുക്ക് അറിയപ്പെട്ടിട്ടുള്ള സ്പീഷീസിൽ ഒരു 2/3 ആർത്രോപോഡ്സുകളാണ്. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് നമ്മൾ പറയാൻ കാരണം. Then these arthropods are aquatic or terrestrial. Aquatic arthropods ഉണ്ട്, terrestrial arthropods ഉണ്ട്. Free living forms ഉണ്ട്. Parasitic ആയിട്ടുള്ള അനിമൽസ് ഉണ്ട് ആർത്രോപോഡിൽ. ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്, അക്വാട്ടിക് ഹാബിറ്റാറ്റിലുണ്ട്, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഹാബിറ്റാറ്റിലും കാണുന്നവരാണ്. കോസ്മോപൊളിറ്റൻ ആണ്. ഓൾമോസ്റ്റ് ഓൾ ഹാബിറ്റാറ്റിൽ ഇൻഹാബിറ്റ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ളവരാണ് ആർത്രോപോഡ്സ്. അത് ലാർജസ്റ്റ് അനിമൽ ഗ്രൂപ്പ്. നമ്മൾ ഇതുവരെയുള്ള എല്ലാവരിലും പറഞ്ഞതുപോലെ തന്നെ ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് bilaterally symmetrical triploblastic animals having organ system level of organization. അത് ഇവരും അങ്ങനെ തന്നെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഓർഗൻ സിസ്റ്റം തന്നെയാണ് കാണുന്നത് ആർത്രോപോഡിലും. ഇനി നമ്മൾ ഈ ആർത്രോപോഡിന്റെ ബോഡി എടുത്താൽ ബോഡി കൺസിസ്റ്റ് ഓഫ്, ബോഡിയിൽ 3 റീജിയൻ കാണുന്നു. ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, thorax and abdomen. Their body consists of head, then thorax and abdomen. 3 region ആണ് body: head, thorax and abdomen. But in some arthropods like prawn പോലുള്ള അനിമൽ എടുത്തു കഴിഞ്ഞാൽ their head and thorax fused. ഈ ഹെഡും തൊറാക്സും ഫ്യൂസ് ചെയ്തായിരിക്കും കാണുക. Their head and thorax fused to form cephalothorax. Head and thorax fused to form cephalothorax. Head and thorax fused ആയിരിക്കും. ആ കണ്ടീഷൻ പറയുക cephalothorax എന്ന് പറയും. ഇനി their body is covered by exoskeleton. Their body is covered by exoskeleton made up of chitin. Chitin കൊണ്ട് നിർമ്മിച്ച എക്സോസ്കെലറ്റൻ കാണുന്നു. കൈറ്റിൻ ഒരു പോളിസാക്കറൈഡ് ആണ്. ആ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച ഈ എക്സോസ്കെലറ്റൻ അവരുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആനിമലിന്റെ എൻറ്റയർ ബോഡി ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഒരു എക്സോസ്കെലറ്റൻ കാണപ്പെടും. പ്രോണിനെ കട്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം അവരുടെ എക്സോസ്കെലറ്റൻ. ഇൻസെക്ട്സിലെല്ലാം ഉണ്ട് എക്സോസ്കെലറ്റൻ. ഇപ്പൊ കോക്രോച്ച്, നമുക്ക് സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത റീജിയനിൽ കോക്രോച്ച് കാണും. കോക്രോച്ച് ഇൻഹാബിറ്റ് ചെയ്ത റീജിയൻ നോക്കിയാൽ അതിന്റെ പുറമേ ഉള്ള കോട്ടിംഗ് ഷെഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതാണ് അവരുടെ എക്സോസ്കെലറ്റൻ. അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ. So their body is covered by exoskeleton made up of chitin. So they have chitinous exoskeleton.
exoskeleton. Exoskeleton made up of chitin. അത് chitinous ആയിട്ടുള്ള exoskeleton കാണുന്നു ആർത്രോപോഡിൽ. ഇനി നമ്മൾ ചില ആർത്രോപോഡ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോക്രോച്ച് ഒക്കെ അവർ ഇൻഹാബിറ്റ് ചെയ്ത റീജിയനിൽ അവരുടെ പുറം തോടായിട്ടുള്ള എക്സോസ്കെലിറ്റൻ റിമൂവ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത, ഒരു പീരിയോഡിക്കലായി അവരുടെ എക്സോസ്കെലിറ്റൻ റിമൂവ് ചെയ്യുകയും റിന്യൂ ചെയ്യുകയും ചെയ്യും. പഴയത് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് പൊളിഞ്ഞു പോവുകയും ചെയ്യും, പുതിയത് ഉണ്ടാവുകയും ചെയ്യും. സോ ദേ പീരിയോഡിക്കലി റിമൂവ് ആൻഡ് റിന്യൂ ദെയർ എക്സോസ്കെലിറ്റൻ കോൾഡ് ആസ് molting or echidiasis. Molting or echidiasis means the periodical removal and the renewal of their exoskeleton. The periodical removal and renewal of their exoskeleton called as molting or echidiasis. അപ്പോൾ ബോഡിയുടെ എക്സോസ്കെലറ്റൻ റിമൂവ് ചെയ്യുകയും ചെയ്യും, പുതിയത് ഉണ്ടാവുകയും ചെയ്യും. അതിനാണ് പറയുക molting or echidiasis എന്ന് പറയുക. Next, they have jointed appendages. അവരുടെ ലോക്കോമോട്ടർ വർക്കാണ് അപ്പൻഡേജസ്. അത് നമ്മൾ പോഡ് ഫുട്ടിനാണ് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്. നമ്മൾ കണ്ടില്ലേ പ്രോണിലൊക്കെ ഇങ്ങനെ ഒരു ജോയിന്റ് ഇങ്ങനെ. സോ ദേ ഹാവ് ജോയിന്റഡ് അപ്പൻഡേജസ്. ഇങ്ങനെ ജോയിന്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് കാണുന്നു ആർത്രോപോഡ്. അത് ആർത്രോപോഡ്, ജോയിന്റഡ് ഫുട്ടഡ് ആനിമൽസ്. Then these arthropods are coelomates. അനലിഡ്സ് മുതൽ എല്ലാ ആനിമൽസും സീലോമേറ്റ് ആണ്. ആർത്രോപോഡ്സും സീലോമേറ്റ് ആണ്. എസ്പെഷ്യലി ഷൈസോസീലോമേറ്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണെന്നൊക്കെ. ഷൈസോസീലോമേറ്റ്. അപ്പൊ നമ്മളൊരു ആർത്രോപോഡിന്റെ ബോഡി എടുത്താൽ ഇത് ബോഡി വാൾ, ഇത് അവരുടെ അലിമെന്ററി കനാൽ. ഇതിനിടയിൽ കാണുന്ന ഈ സ്പേസ് ആണല്ലോ നമ്മൾ സീലോം എന്ന് പറയുക. അതുകൊണ്ടാണ് സീലോമേറ്റ്സ്. ഈ ക്യാവിറ്റി ഉള്ളതുകൊണ്ടാണ് സീലോം എന്ന് പറയുക. ബട്ട് ഇവരുടെ ബോഡി ക്യാവിറ്റിയുടെ പ്രത്യേകത, ഈ ക്യാവിറ്റി മുഴുവൻ ബ്ലഡ് ഫിൽഡ് ആണ്. They have blood filled body cavity. So their body cavity is called as hemocoel. The blood filled body cavity is called as hemocoel. ഇവരുടെ ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫിൽഡ് ആണ്. This blood filled body cavity is called as hemocoel, and blood in the hemocoel is called as hemolymph. Blood in the hemocoel is hemolymph. Hemocoel കാണുന്ന ബ്ലഡിനെ hemolymph എന്നും പറയും. Okay. And they have open circulation. ബോഡി ക്യാവിറ്റി ബ്ലഡ് ഫിൽ ചെയ്ത് കാണുന്നെങ്കിൽ അത് ക്ലോസ്ഡ് അല്ല. ആ സർക്കുലേഷൻ പറയുക ഓപ്പൺ സർക്കുലേഷൻ. സോ ദർ സർക്കുലേഷൻ ഈസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. Then in arthropods, the respiration by, that means the respiratory organs ഏതൊക്കെയാന്ന് നോക്കാം. In arthropods, the respiratory organs includes gills. Gills കാണുന്നു respiratory organ. Gills are the respiratory organs in aquatic arthropods like prawn. Prawn പോലെയുള്ള aquatic arthropods gills ആണ് respiratory organ. ഓക്കെ, അപ്പോൾ aquatic arthropods ആയിട്ടുള്ള prawnൽ gills ആണ് respiratory organ. Another one, book gills. Book gills are the respiratory organs in arthropods like crab. A respiratory organ include book gills. Then book lungs are the respiratory organs in arachnids like spider, scorpion പോലുള്ള arachnids എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരുന്ന ആനിമൽസിൽ book lungs ആണ് respiratory organ. Next, trachea. This tracheal respiration, tracheal system or tracheal respiration seen in arthropods like insects. So we know arthropods, they can live in different habitat. Cosmopolitan ആണ്. Almost all habitat inhabit ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് different types respiratory organs ആണുള്ളത്. So അവരുടെ respiratory organs ആണ് gills, book lungs, trachea, etc. are the respiratory organs in arthropods.
So these are the different respiratory organs. Next is excretion. Excretory organ includes green glands or antennal glands are the excretory organs in crustaceans like prawn. Next one. Coxal glands are the excretory organs in arachnids like spider, scorpion, etc. Next is Malpighian tubules are the excretory organs in insects and other arthropods. Malpighian tubules are the excretory organs in almost all arthropods. Okay, so these are the different excretory organs in arthropods. Different types of excretory organs are arthropods. Then nervous system. Nervous system consists cerebral ganglia, nerve ring, and double ventral nerve cord. Analytics like a parnabole than double ventral nerve cord and ganglions on nervous system components of the. Then their sense organs includes antennae. Cockroach like a head or a head region and a filament as a long structure. That's antennae or a tactile sense organ. A touch is a sense organ. Antennae, symbol eye or ocelli, compound eye, simple eye, compound eye, statocyst, the organ for balancing. Statocyst, an organ for balancing. These are the sense organs in arthropods. Ithram sense organs arthropods will കാണപ്പെടുന്നു. Then these arthropods are dioecious. Means sexes separate. Sexes separate. Dioecious are. Reproduction is sexual. Reproduction sexual method ആണ് sexual reproduction. Fertilization mostly internal fertilization. But some aquatic arthropods they have external fertilization. So external fertilization seen in aquatic arthropods. Then next is development. The development is direct or indirect, with or without larval stage. Larval stage ullavarum, larval stage absent aattullavarundi. So development is direct or indirect. Indirect development includes larval stages like nauplius. Crustaceans in the larvae, prawn in the larvae, nauplius. So indirect development larval stage larval stages like nauplius. Then these animals are mostly oviparous. Mostly oviparous, egg-laying egg-laying animals are, so they are mostly oviparous animals. Arthropods are mostly oviparous. But some like scorpion are ovoviviparous. They are ovoviviparous. Ovoviviparous animals are also seen in these arthropods. Example, scorpion is a ovoviviparous animal. Then some animals show parthenogenesis.
പാർത്തനോജെനസിസ് മീൻസ് ഡെവലപ്മെന്റ് ഓഫ് എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ, ഇതിപ്പോ ഒരു എഗ്, ഹാപ്ലോയിഡ് ക്രോമോസോംസ് ഒക്കെ ഉള്ള എഗ്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഡെവലപ്പ് ചെയ്ത് അഡൽട്ടായി മാറും. The development without fertilization is called as parthenogenesis, seen in honeybees. ഹണിബീസിൽ എന്ത് കാണുന്നു? പാർത്തനോജെനസിസ് കാണിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ്. സോ ദീസ് ആർ ദ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫൈലം ആർത്രോപോഡ.